അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ സെൻറ്ററത്തെ നിലയിലുള്ള ഷെൽഫുകൾ നമ്മൾ എടുക്കുകയാണ്. പുതിയ കടയിലേക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. എടുത്ത ഷെൽഫുകളെല്ലാം നമ്മൾ ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ നിരത്തി വെക്കുകയാണ്. വൈകുന്നേരം വണ്ടി വരുമ്പോൾ അത് കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും ഷോപ്പിൻ്റെ പുറത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പണിയെടുക്കുന്നത് കാണിക്കാനല്ല കേട്ടോ. എന്നാൽ നമ്മൾ ചെറിയൊരു മഴ വന്നതും പോയതും അറിഞ്ഞിട്ടില്ല. അതൊരു കാര്യങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടൊന്നുമില്ല. ആ സമയത്ത് ഇങ്ങനെ മഴൻ്റെ ചെറിയ ചെറിയ പാളിച്ചകൾ വന്നപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കുറച്ച് ചെറിയ ടാർപ്പായും കാര്യങ്ങളൊക്കെ വെച്ചു. മഴ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടി കുറച്ച് മഴ കൊണ്ടുപോകും. അപ്പോൾ മാനേജർ പറഞ്ഞു ഇത് നാട്ടിലത്തെ മഴ പോലെ എല്ലാ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വയ്യാതാവും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് കയറി. തന്നെ ചെറിയ ജലദോഷം ഉണ്ട്. അപ്പോൾ നമുക്കിടെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവച്ച കാർബോർഡും കാര്യങ്ങളൊക്കെ നനഞ്ഞു പോയി. കുറച്ച് ഇരുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് പൊക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകുമെന്ന് മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബംഗ്ലാദേശിലൊരു കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ബംഗ്ലാദേശ് ഭാഷയിൽ മഴയെക്കുറിച്ച് സംസാരിക്കാമെന്ന് വെച്ചിട്ട് പുറത്തു പോയി. അത് ഏറ്റവും വലിയ വിറ്റായി പോയി. അവ ഇറങ്ങിയതും സ്വിച്ചിട്ട പോലെ മഴ നിന്നു എന്നുള്ളതാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.